അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു സൽസല 8-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആര് അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അത് അവനും കാണും. വമൻ ആര് യഅ്മൽ പ്രവർത്തിക്കുന്നുവോ മിസ്ഖാല ദർറത്തിൻ അണുമണിത്തൂക്കം ശർറൻ തിന്മ യറഹു അതിനെ അവൻ കാണും. നന്മ ചെയ്ത എല്ലാവരും അതെത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പ്രതിഫലത്തെ കണ്ടെത്തും, ലഭിക്കും എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിൽ, ഈ അധ്യായത്തിലെ അവസാന സൂക്തത്തിൽ പറയുന്നത്, ഇനി ഒരാൾ പ്രവർത്തിക്കുന്നത് തിന്മയാണെങ്കിൽ ആ തിന്മ എത്ര ചെറിയ തിന്മയാണെങ്കിലും അതിനെയും അവൻ കാണും. അതിൻ്റെ തിക്തഫലവും അവൻ നേരിടേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും എന്നാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 16-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ കുഞ്ഞുമോനെ, കർമ്മം കടുകുമണി തൂക്കത്തോളമാണെന്ന് കരുതുക. എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിൽ എവിടെയോ ആണെന്ന് വെക്കുക. എന്നാലും അള്ളാഹു അത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞനുമല്ലോ. കർമ്മം എത്ര ചെറുതാണെങ്കിലും ആരെ മറച്ചുകൊണ്ട് ചെയ്താലും ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു ആ കർമ്മങ്ങളെ കൃത്യമായി എഴുതി വെക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തിയാണ് അവൻ അർഹിച്ചതെന്തോ അത് നൽകുക. അതെത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ രേഖയിൽ നിന്നും മാറുന്നില്ല, മറയുന്നില്ല, മായ്ക്കുന്നില്ല. മനുഷ്യൻ ചെയ്തു, അവൻ തന്നെ മറന്നു. അതിന് സാക്ഷിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും മറന്നു. അത്തരം കർമ്മങ്ങൾക്ക് പോലും ഭൂമി സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അവയവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ മുന്നിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി അവൻ്റെ തിന്മകൾക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു ലോകം വരാനുമുണ്ട്. അതിനാൽ ഒരു തിന്മയെയും നിസ്സാരമായി കരുതാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാകും ബിമുഹ്ഖറാത്തി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമഈന അലർ റജുൽ ഹത്താ യുഹ്ലിക്നഹു. ചെറിയ ചെറിയ തിന്മകളെ പോലും നിങ്ങൾ സൂക്ഷിക്കുക. അത് കൂടി ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയാൻ മാത്രം വലുതായി മാറുമെന്ന്. എത്ര നിസ്സാര തിന്മയാണെങ്കിലും അതങ്ങനെ കൂടി വന്നാൽ സാരമായി മാറും, വലുതായി മാറും. യാ ആയിഷ ഇയ്യാകി വമുഹ്ഖറാത്തി ദുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബാ. ആയിഷ, ചെറിയ കുറ്റങ്ങളെ പോലും നീ ശ്രദ്ധിക്കണം. വൻ പാപങ്ങളെ മാത്രം ഗൗരവത്തിലെടുത്താൽ പോരാ. കാരണം ചെറിയ കുറ്റങ്ങൾക്ക് പോലും അള്ളാഹുവിൽ നിന്ന് അതിനെ തേടുന്ന ആളുകളുണ്ട് എന്ന്. പാപമോചനത്തിന് അർത്ഥിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി ആ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ആ പാപത്തിൻ്റെ തിക്തഫലം പരലോകത്ത് കാണുക തന്നെ ചെയ്യും. ചെറിയ പാപങ്ങളെ പോലും സൂക്ഷിക്കണമെന്നും ഒഴിവാക്കണമെന്നും വല്ലാതെ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഒരു സൂക്തമാണ് ഇത്. ചെറുതല്ലേ, നിസ്സാരമല്ലേ, ഈ കാലമല്ലേ, ഇതൊക്കെ ആരാണ് ചെയ്യാത്തത്, ഇങ്ങനെയൊക്കെ ആരാണ് പറയാത്തത് എന്നൊക്കെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോയാൽ അവരറിയണം അത് അണുമണി തൂക്കത്തോളമാണെങ്കിലും മനുഷ്യൻ്റെ നേർക്കുനേരെയുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറുതാണെങ്കിലും യറഹു അത് കാണുന്ന ഒരു ലോകം, അത് കാണുന്ന ഒരു സന്ദർഭം വരാൻ പോകുന്നുണ്ട് എന്ന്. നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സന്ദർഭത്തിൽ ഇന്നയിടത്ത് വെച്ച് ഇന്നത് പ്രവർത്തിച്ചു എന്ന് മനുഷ്യനോട് പറയുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ്റെ മുന്നിൽ കൃത്യമായി സമയാസമയങ്ങളിൽ എഴുതി വെച്ച രേഖ ഹാജരാക്കുകയാണ്. അവനോട് പറയുകയാണ്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. വായിക്ക് നിന്റെ കർമ്മപുസ്തകം, അങ്ങനെ വായിച്ച് നീ തന്നെ മതി നിന്നെ വിചാരണ ചെയ്യാനെന്ന്. തൻ്റെ കർമ്മപുസ്തകത്തിലെ തിന്മകൾ കണ്ട്, വളരെ ചെറുതുപോലും എഴുതി വെച്ചത് കണ്ട് പരിഭ്രാന്തനായി അസ്വസ്ഥതയോടെ മനുഷ്യൻ വിലപിക്കുന്ന ഒരു രംഗം ഖുർആനിൽ ചിത്രീകരിക്കുന്നുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു ഗ്രന്ഥമാണിത്, എല്ലാ ചെറുതും വലുതും കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുവല്ലോ എന്ന്. അതിൽ രേഖപ്പെടുത്തി വെച്ചതിനെ നമുക്ക് മായ്ക്കാൻ കഴിയില്ല. രേഖപ്പെടുത്താതിരിക്കാൻ ജീവിതം നന്നാക്കാൻ സാധ്യമാകും. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക.
വമയ്യഅമൽ ഷർറയ്യറ, ഒരിടത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം യാവും മറ്റൊരിടത്ത് തൻവീന് ശേഷം യാവും വന്നിരിക്കുന്നു. രണ്ടിടത്തും കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക. ഇദ്ഗാം ബിഗുന്ന. ഷർറൻ, താഇന് തൻവീൻ ശേഷം ഷീൻ വന്നിരിക്കുന്നു, അവിടെ മറച്ച് മണിച്ചു ഓതുക. ഇഖ്ഫാ. ومن يعمل مثقال ذرة شرا يره ومن يعمل مثقال ذرة شرا يره. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.